നമസ്കാരം. ജ്യോതിട്രെക് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ 2025 മെയ് മാസം 14 വ്യാഴം രാശി മാറുകയാണല്ലോ. ഇടവം രാശിയിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാഴമാണ് ഇപ്പോൾ മിഥുനം രാശിയിലേക്ക് വരുന്നത്. വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം എന്നീ 4 കൂറുകളിൽ ജനിച്ച മകം മുതൽ തൃക്കേട്ട വരെയുള്ള നക്ഷത്രക്കാർക്ക് ഏത് തരത്തിലുള്ള ഫലങ്ങളായിരിക്കും നൽകുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണിത്. ഇതിൽ ആദ്യമായി നമ്മൾ ചിങ്ങക്കൂറുകാരുടെ വ്യാഴമാറ്റത്തിൻ്റെ ഫലത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ചിങ്ങക്കൂറിലെ നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം എന്നിവയാണ്. ചിങ്ങക്കൂറുകാരുടെ 11ാം ഭാവത്തിലേക്കാണ് വ്യാഴം ഇപ്പോൾ വരുന്നത്. 11ാം ഭാവം എന്ന് പറയുന്നത് സർവ്വ അഭിഷ്ടങ്ങളുടെയും സാക്ഷാത്കാരമാണ്. നാം ഇത്രയും കാലം ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒന്നിലധികം കാര്യങ്ങൾ ജാതകത്തിലെയോ ഗോചരത്തിലെയോ മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ വ്യാഴമാറ്റത്തോടെ ആ ദോഷഫലങ്ങൾ മാറിപ്പോവുകയും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യും. വ്യാഴം ചിങ്ങക്കൂറുകാർക്ക് 5ഉം 8ഉം ഭാവാധിപനാണ്. വ്യാഴത്തിൻ്റെ 5ാം ഭാവമായ ധനുരാശി വ്യാഴത്തിൻ്റെ മൂലക്ഷേത്രമാണ്. ഒരു ഗ്രഹത്തിന് 2 ഭാവങ്ങളുടെ ആധിപത്യം വരുമ്പോൾ തൻ്റെ ഏറ്റവും ബലമുള്ള രാശിയുടെ ഫലമാണ് ആ ഗ്രഹം വലിയ ഒരളവ് വരെ തരിക. മറ്റേ ഭാവത്തിൻ്റെ അനുഭവം വളരെ കുറച്ച് മാത്രമേ തരാറുമുള്ളൂ. ഈ ഒരു കണക്കനുസരിച്ച് വ്യാഴം ചിങ്ങക്കൂറുകാർക്ക് അഷ്ടമാധിപൻ്റെ ഫലത്തേക്കാൾ 5ാം ഭാവാധിപൻ്റെ ഫലമായിരിക്കും തരിക. 5ാം ഭാവം 9ാം ഭാവത്തെ പോലെ തന്നെ നമ്മുടെ ഭാഗ്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഭാവമാണ്. അങ്ങനെ നോക്കുമ്പോൾ 5ാം ഭാവാധിപൻ ലാഭസ്ഥാനത്ത് വരുമ്പോൾ നമുക്ക് പലവിധ ഭാഗ്യാനുഭവങ്ങളിൽ കൂടി നിരവധി ലാഭങ്ങൾ ഉണ്ടാകുന്നതാണ്. സാമ്പത്തികപരമായ കാര്യങ്ങൾ പരിശോധിച്ചാൽ 5ാം ഭാവം ലോട്ടറി, ഊഹക്കച്ചവടം, ഗ്യാംബ്ലിംഗ് തുടങ്ങിയ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. 8ാം ഭാവം അപ്രതീക്ഷിതമായ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. 11ാം ഭാവമാകട്ടെ നേട്ടങ്ങളെയും ലാഭങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ വ്യാഴമാറ്റക്കാലത്ത് ലോട്ടറി വഴിയോ ഗ്യാംബ്ലിംഗ് വഴിയോ ഊഹക്കച്ചവടം വഴിയോ ധനനേട്ടമുണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നു. ഇപ്പോൾ അനുകൂലമായ ദശയും അപകാരവും നടക്കുന്നവർ ഒരു ലോട്ടറിയെങ്കിലും എടുത്തു വയ്ക്കുക. ചിലപ്പോൾ ചെറിയ ഒരു പ്രൈസെങ്കിലും അടിച്ചാലോ. ചിട്ടികൾ പോലെ കുറിയെടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലും നേട്ടങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ കുടുംബപരമായി കുറച്ച് ധനസഹായം ലഭിക്കുവാനും ഇടയുണ്ട്. ഏത് രീതിയിലായാലും പ്രതീക്ഷിക്കാതെ കയ്യിൽ കുറച്ച് ധനം വന്നു ചേരുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല രീതിയിൽ സഹകരിച്ചു പോകുവാൻ സാധിക്കുന്നതാണ്. അവരിൽ നിന്നും നല്ല സഹകരണങ്ങൾ തിരിച്ചും പ്രതീക്ഷിക്കുക. അവർക്കും ഇത് അനുകൂലമായ കാലഘട്ടമാണ്. ഹയർ എഡ്യൂക്കേഷൻ പഠിക്കുന്നവർക്ക് വളരെ അനുകൂലമായ കാലഘട്ടമാണിത്. പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ തങ്ങി നിൽക്കുകയും കൂടുതൽ പഠിച്ചെടുക്കുവാനും കഴിയുന്നതുമാണ്. റിസർച്ച് ലെവലിൽ പഠിക്കുന്നവർക്കും ഇത് വളരെ അനുകൂലമായ സമയമാണ്. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധി വളരെ തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ്. വേണ്ട രീതിയിൽ വേണ്ടതുപോലെ പ്രവർത്തിക്കുവാൻ ഇപ്പോൾ നിങ്ങൾക്കാകും. അബദ്ധങ്ങളൊന്നും ഇപ്പോൾ പറ്റാനിടയില്ല. പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനും ഇതുവരെ തന്നെ കൊണ്ടാകില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ച ഏതെങ്കിലും കാര്യങ്ങൾ വീണ്ടും കൂടുതൽ ശ്രദ്ധ കൊടുത്ത് അതിനെ വിജയപഥത്തിൽ കൊണ്ടെത്തിക്കുവാൻ സാധിക്കുന്നതുമാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ നിന്നും കൂടുതൽ വരുമാനം, മനസ്സിന് സന്തോഷം ലഭിക്കുന്ന വാർത്തകൾ, സംസാരങ്ങൾ, ശുഭസൂചകമായ സന്ദർശനങ്ങൾ, സുഹൃത്തുക്കളുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ, അയൽപ്പക്കക്കാരുമായിട്ടും നല്ല ഒരു സഹകരണ മനോഭാവം, ഇതെല്ലാം ഇപ്പോൾ ഉണ്ടാകുന്നതാണ്. പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും അവയെ വിജയപഥത്തിൽ എത്തിക്കുവാൻ കഴിയുന്നതുമാണ്. ഇപ്പോൾ ഇലക്ട്രോണിക്സ് ഡിവൈസുകൾ പോലെയുള്ള കാര്യങ്ങൾ കൈവശം വന്ന് ചേരുവാനും സാധ്യതയുണ്ട്. ദാമ്പത്യപരമായി ഇപ്പോൾ വളരെ അനുകൂലമായ കാലമാണ്. കുടുംബജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകളോ അഭിപ്രായ ഭിന്നതകൾ മൂലമോ അകന്നു നിൽക്കുന്നവർക്ക് തങ്ങളുടെ തെറ്റിദ്ധാരണകൾ മാറ്റി വീണ്ടും പഴയതുപോലെ സ്നേഹപൂർവ്വം ഒരുമയോടെ ജീവിക്കുവാൻ സാധിക്കുന്നതാണ്. ദമ്പതിമാർക്ക് പരസ്പരം ഒരു പ്രണയം തോന്നുന്ന കാലവുമായിരിക്കും ഇത്. പ്രണയിക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണ്. ആരോഗ്യപരമായ പ്രണയബന്ധങ്ങളെ വിവാഹത്തിൽ കൊണ്ടെത്തിക്കുവാനും സാധിക്കുന്നു. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ബന്ധം ഒത്തുകിട്ടുവാനും അതുവഴി വിവാഹം തന്നെ നടക്കുവാനും സാധ്യതകൾ ഏറെയാണ്.
പാർട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ നിന്നും നല്ല വരുമാനം ഉണ്ടാക്കിയെടുക്കുവാനും ഇത് അനുകൂലമാണ്. ഇപ്പോൾ ചെറുതും വലുതുമായ യാത്രകൾ ചെയ്യുവാനും ഇടയുണ്ട്. എന്തുകൊണ്ടും 11 വ്യാഴം ഇവർക്ക് വളരെ നല്ല ഫലങ്ങൾ തന്നെ തരും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. എന്നാൽ ഇപ്പോൾ പ്രതികൂലമായി നിൽക്കുന്നത് അഷ്ടമത്തിലെ ശനിയാണ്. വ്യാഴം തരുന്ന ഗുണഫലങ്ങളെ നല്ലൊരു ശതമാനം കുറച്ച് കളയുവാൻ അഷ്ടമത്തിലെ ശനിക്ക് കഴിവുണ്ട്. അതിനാൽ ഇപ്പോൾ ശനിപ്രീതികരമായ കാര്യങ്ങൾ ചെയ്തു കൊള്ളേണ്ടതാണ്. വ്യാഴൻ്റെ ആനുകൂല്യം വർദ്ധിക്കുവാൻ ശ്രീ മഹാവിഷ്ണുവിനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇനി നമ്മൾ പരിശോധിക്കുന്നത് കന്നിക്കൂറുകാരുടെ വ്യാഴമാറ്റത്തിൻ്റെ ഫലങ്ങളാണ്. കന്നിക്കൂറിലെ നക്ഷത്രങ്ങൾ ഉത്രം നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 2 പാദങ്ങളുമാണ്. ഈ കൂറുകാരുടെ 10ാം ഭാവത്തിലേക്കാണ് വ്യാഴം ഇപ്പോൾ വരുന്നത്. 10ാം ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോൾ 10ാം ഭാവം വ്യാഴന് അത്ര ഇഷ്ടമുള്ള സ്ഥാനമല്ല. കർമ്മണ്യർത്ഥ സ്ഥാന പുത്രാദി പീഡാം എന്നാണ് ചാരവശാൽ 10ാം ഭാവത്തിൽ വരുന്ന വ്യാഴനെക്കുറിച്ച് ഫലദീപികയിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് 10ാം ഭാവത്തിൽ വ്യാഴം വരുമ്പോൾ നമ്മുടെ സാമ്പത്തികപരമായ കാര്യങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും ദോഷം സംഭവിക്കും എന്നാണ് പറയുന്നത്. കൂടാതെ സന്താനങ്ങൾക്ക് മോശമായ അവസ്ഥകൾ വന്നു ചേരാനോ അല്ലെങ്കിൽ സന്താനങ്ങളെ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകാനോ സാധ്യതയുണ്ട്. ഇത് പൊതുവായ ഫലമാണ്. എങ്കിലും 10ാം ഭാവം നമ്മുടെ കർമ്മഭാവമാണ്. കർമ്മഭാവത്തിൽ വ്യാഴം വരുമ്പോൾ അത് നമ്മുടെ കർമ്മ മേഖലയിൽ ഒരു പുതിയ ഉണർവ് തന്നെ തരും എന്ന കാര്യം ഉറപ്പാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായ ഒരു ദശയോ അപകാരമോ ആണ് നടക്കുന്നതെങ്കിൽ തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. പുതിയ ഒരു തൊഴിൽ ആരംഭിക്കുവാനും ഉള്ള തൊഴിൽ അഭിവൃദ്ധിപ്പെടുത്തിയെടുക്കുവാനും സാധിക്കുന്നതാണ്. നിങ്ങൾ ഒരു പ്രൊമോഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രൊമോഷനൊക്കെ ലഭിക്കുന്നതുമാണ്. നിങ്ങളുടെ സാമ്പത്തിക നില മോശമല്ലാത്ത രീതിയിൽ പോകുന്നതാണ്. ചെയ്യുന്ന തൊഴിലിനു പുറമെ ഒരു അഡീഷണൽ ഇൻകം ലഭിക്കുവാനുള്ള ഏതെങ്കിലും ഒരു സംരംഭം ആരംഭിച്ചു എന്നും വരാം. ഏതായാലും ഇപ്പോൾ നിങ്ങളുടെ കർമ്മ മേഖല ആക്റ്റീവാകുന്ന സമയമാണ്. പുതിയ ഉത്തരവാദിത്വങ്ങൾ വന്നു ചേരുവാനും സാധ്യതകളുണ്ട്. നിങ്ങളുടെ കുടുംബവുമായി നല്ല ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുവാനും ഗാർഹിക അന്തരീക്ഷം സന്തോഷഭരിതമാക്കി തീർക്കുവാനും സാധിക്കുന്നു. കുടുംബസ്വത്ത് എന്തെങ്കിലും കിട്ടുവാനുള്ളവർക്ക് അത് ലഭിക്കുവാനുള്ള ഒരു സാധ്യത വന്നു ചേരുന്നു. കൂടാതെ അമ്മയുമായും അമ്മ വഴിക്കുള്ള ബന്ധുക്കളുമായും നല്ല സഹകരണത്തിൽ പോകുവാനും സാധിക്കുന്നു. വീട് പുതുക്കി പണിയുവാനോ അല്ലെങ്കിൽ പുതിയ വീടിൻ്റെ പണി ആരംഭിക്കുവാനോ അനുകൂലമായ സമയമാണ്. അതുപോലെ പുതിയ വാഹനങ്ങൾ എടുക്കുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇപ്പോൾ അതിനും അനുകൂലമായ കാലഘട്ടമാണ്. ഏതെങ്കിലും തരത്തിലുള്ള സേവിങ്സിലൊക്കെ ചേരുവാൻ സാധിക്കുന്നതാണ്. ഭാവിയിലേക്ക് വേണ്ടി കുറച്ച് ധനം നീക്കിവെക്കുവാനുള്ള ഒരു തീരുമാനമെടുക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് അനുകൂലമായ സമയമാണ്. പുതിയ കോഴ്സുകൾ എടുത്ത് പഠിക്കുവാനും പഠനത്തോടൊപ്പം ഒരു സൈഡ് വരുമാനം ഉണ്ടാക്കിയെടുക്കുവാനും കഴിയുന്ന കാലമാണ്. ഹോം ട്യൂഷനൊക്കെ എടുക്കുന്നത് നല്ലതാണ്. പഠനത്തോടൊപ്പം അത് നിങ്ങൾക്കൊരു സൈഡ് വരുമാനവും നേടിത്തരുന്നതാണ്. PSC പരീക്ഷകൾ എഴുതുന്ന കുട്ടികൾക്ക് നല്ലവണ്ണം പ്രിപ്പയർഡ് ചെയ്ത് പരീക്ഷ എഴുതുവാൻ സാധിക്കുന്നു. ഇപ്പോൾ കടങ്ങൾ, ബാധ്യതകൾ മുതലായവ വർദ്ധിക്കുവാൻ സാധ്യതയുള്ള സമയമാണ്. ഒരു ലോണിനൊക്കെ അപേക്ഷിച്ചിരിക്കുന്നവർക്ക് ലോൺ കിട്ടാൻ സാധ്യതയുണ്ട്. കടങ്ങൾ വാങ്ങുമ്പോഴും ലോണുകൾ എടുക്കുമ്പോഴും ശ്രദ്ധിക്കുക. അമിതമായ ബാധ്യതകളിലേക്ക് അവ നമ്മെ കൊണ്ടെത്തിക്കാനിടയുണ്ട്. വ്യാഴം ഒരു ശുഭഗ്രഹമാണ്. അതിനാൽ വ്യാഴൻ്റെ ദൃഷ്ടി 6-ൽ പതിയുമ്പോൾ രോഗങ്ങൾക്ക് ശമനമുണ്ടാവുകയും മറ്റുള്ളവരുമായിട്ടുള്ള ശത്രുതകൾ കുറയുവാനും സാധ്യതയുണ്ട്. വ്യാഴം കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അത്ര ശുഭനൊന്നുമല്ല. എങ്കിൽ തന്നെയും വ്യാഴൻ ഒരു നൈസർഗിക ശുഭനായതിനാലും 10ാം ഭാവം ഒരു ദുസ്ഥാനമല്ലാത്തതിനാലും ഈ വ്യാഴനിൽ നിന്നും ഒരു 50% ശുഭഫലം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ കാലഘട്ടത്തിൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഗ്യാസ് ട്രബിൾ പോലെയുള്ള പ്രശ്നങ്ങളോ ഉണ്ടാകാം. വയർ അല്പം വീർത്തു വരുവാനും ഇടയുണ്ട്. മിഥുനം രാശിയിൽ വരുന്ന വ്യാഴം കന്നിക്കൂറുകാർക്ക് നൽകുന്ന ഫലത്തെക്കുറിച്ചുള്ള ഒരു പൊതുവായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഓരോരുത്തരുടെയും ജാതകത്തിലെ വ്യാഴൻ്റെ സ്ഥിതി വെച്ച് ഈ ഫലങ്ങൾക്ക് വ്യത്യാസം വരാം. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ വ്യാഴമാറ്റത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തുലാക്കൂറിലെ നക്ഷത്രങ്ങളാണ് ചിത്തിരയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങളും. ഇവരുടെ അഷ്ടമത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാഴമാണ് ഇപ്പോൾ 9ാം ഭാവത്തിലേക്ക് വരുന്നത്.
ഒൻപതാം ഭാവം വ്യാഴന് വളരെ അനുകൂലമായ ഒരു ഭാവമാണ്. ഒരു വ്യക്തിയുടെ 9-ൽ വ്യാഴൻ വരുമ്പോൾ ആ വ്യക്തിക്ക് സർവ്വ സൗഭാഗ്യസിദ്ധികളും ഉണ്ടാകും എന്നാണ് പറയുന്നത്. 9-ാം ഭാവം നമ്മുടെ ഭാഗ്യസ്ഥാനമാണല്ലോ. സർവേശ്വരകാരകനായ വ്യാഴം 9-ൽ വരുമ്പോൾ അത് നമുക്ക് ഈശ്വരാനുഗ്രഹം വളരെയേറെ തരുന്നതാണ്. ധാരാളം ധനലാഭമുണ്ടാകും. 9 നമ്മുടെ ഭാഗ്യസ്ഥാനമായതുകൊണ്ട് ഭാഗ്യത്തിൽ കൂടിയുള്ള ധനം എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. നിങ്ങൾ വളരെ കാലമായി കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ടും പലതരത്തിലുള്ള തടസ്സങ്ങൾ മൂലം കിട്ടാതെ പോയ ധനം ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാലത്ത് ആ ധനം കൈവശം വന്ന് ചേരുവാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്കുണ്ടാകുന്നതാണ്. അതുപോലെ ചെറുതും വലുതുമായ പല കാര്യങ്ങളും ഇപ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് നടന്നു കിട്ടുന്നതാണ്. ജീവിത പങ്കാളിക്കും സന്താനങ്ങൾക്കും ഇത് നല്ല സമയമാണ്. അവരുമായിട്ടൊക്കെ നല്ല രീതിയിൽ സഹകരിച്ചു പോകുവാൻ ഈ വ്യാഴമാറ്റം നിങ്ങളെ സഹായിക്കുന്നതാണ്. വ്യാഴം തുലാക്കൂറുകാർക്ക് അത്ര ശുഭനൊന്നുമല്ല. ഇവർക്ക് വ്യാഴം 3ഉം 6ഉം ഭാവാധിപനാണ്. ഈ സമയം കോടതി വ്യവഹാരങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കുവാനിടയുണ്ട്. കലാപരമായ കഴിവുകൾ ഉള്ളവർക്ക് വളരെ നല്ല സമയമാണ്, പ്രത്യേകിച്ചും ശില്പവേലകൾ പോലെയുള്ള തൊഴിലുകൾ ചെയ്യുന്നവർക്ക്. ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. എങ്കിലും നിങ്ങളുടെ ജാതകത്തിൽ അതിനുള്ള യോഗമുണ്ടോ എന്നുകൂടി നോക്കിയിട്ടേ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ പാടുള്ളൂ. കൂടാതെ ഇപ്പോൾ നടക്കുന്ന ദശ അപകാരങ്ങൾ അനുകൂലമാണോ എന്നും കൂടി നോക്കുക. ഇപ്പോൾ ചെറിയ ചെറിയ യാത്രകളും വലിയ യാത്രകൾ തന്നെയും നടത്തുവാൻ സാധ്യതയുണ്ട്. 9-ൽ വരുന്ന വ്യാഴം നിങ്ങളുടെ ജന്മക്കൂറ് 3-ാം ഭാവം 5-ാം ഭാവം എന്നിവിടങ്ങളിൽ ദൃഷ്ടി ചെയ്യുന്നു. ഇതിൽ 3 മാറ്റി നിർത്തിയാൽ ബാക്കി 1, 5, 9 എന്നീ ഭാവങ്ങൾ ധർമ്മത്രികോണ ഭാവങ്ങളാണ്. വ്യാഴത്തിൻ്റെ നിറസാന്നിധ്യം ഈ ഭാവങ്ങളിൽ വരുമ്പോൾ നിങ്ങളിലെ ധാർമ്മികതയും ഉണർന്നു വരുന്നതാണ്. ആത്മീയതയും ആധ്യാത്മികതയും വർദ്ധിക്കുന്നതുമായിരിക്കും. ഇപ്പോൾ തീർത്ഥയാത്രകൾക്കും അനുകൂലമായ സമയമാണ്. കുറച്ചു നാളുകളായി നിങ്ങൾ തീർത്ഥയാത്രകൾ എന്തെങ്കിലും ചെയ്യുവാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ്. ഈ കാലഘട്ടം സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു പോകുവാൻ സാധിക്കുന്നു. കൂടാതെ സുഹൃത്തുക്കളുമായും അയൽപ്പക്കക്കാരുമായും ആരോഗ്യകരമായ ഒരു ബന്ധം നിലനിർത്തുവാനും കഴിയുന്നു. സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇത് അനുകൂലമാണ്. മീഡിയ, ജേർണലിസം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ കാലഘട്ടം തന്നെയാണ്. ഇപ്പോൾ പുതിയ ഇലക്ട്രോണിക്സ് ഡിവൈസ് വാങ്ങുവാനുള്ള ഒരു സാധ്യതയും കാണുന്നു. അധ്യാപക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഇത് വളരെ അനുകൂലമായ സമയമാണ്. ഇപ്പോൾ ഏത് കാര്യവും ചെയ്യുവാനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നതാണ്. ബിസിനസ്സിലൊക്കെ ഇറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ നടക്കുന്ന ദശയും അന്തർദശയും ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ പാടുള്ളൂ. മനസ്സിൽ തോന്നുന്ന പുതിയ പുതിയ ആശയങ്ങൾക്ക് പിന്നാലെ പോകും മുമ്പ് ആ ഫീൽഡുമായി ബന്ധമുള്ള ആൾക്കാരുടെ ഉപദേശം കൂടി ലഭ്യമായതിനു ശേഷം ഇറങ്ങിത്തിരിക്കുന്നതാണ് ഉചിതം. ദോഷങ്ങൾ കുറയാനും ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുവാനും ശ്രീ മഹാവിഷ്ണുവിനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇനി നമ്മൾ പരിശോധിക്കുന്നത് വൃശ്ചികക്കൂറുകാരുടെ വ്യാഴമാറ്റത്തിൻ്റെ ഫലമാണ്. വൃശ്ചികക്കൂറിലെ നക്ഷത്രങ്ങൾ വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയുമാണ്. ഇവരുടെ അഷ്ടമഭാവത്തിലാണ് വ്യാഴം ഇപ്പോൾ വരുന്നത്. ചാരവശാൽ വ്യാഴം അഷ്ടമത്തിൽ വരുന്നത് നന്നല്ല. ദുഃഖാനുഭവങ്ങളും ധനനഷ്ടങ്ങളും ബന്ധനം പോലെയുള്ള അനുഭവങ്ങളും വേണ്ടപ്പെട്ടവരുടെ വിയോഗവും കേസുകൾ, യാത്രാക്ലേശം, അലച്ചിലുകൾ ഇതൊക്കെയാണ് വ്യാഴം അഷ്ടമത്തിൽ വരുമ്പോഴുള്ള പൊതുവായ ഫലങ്ങൾ. 12 ഭാവങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായ ഭാവമാണ് 8-ാം ഭാവം. ഇവിടെ ഒരു ഗ്രഹങ്ങൾക്കും നല്ല ഫലമല്ല പറയുന്നത്. അഷ്ടമത്തിൽ വ്യാഴം വരുമ്പോൾ വ്യാഴം മറഞ്ഞുപോയി എന്നാണ് പറയുന്നത്. വ്യാഴം സർവേശ്വരകാരകനാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വ്യാഴം അഷ്ടമത്തിൽ വരുമ്പോൾ നമ്മുടെ ഈശ്വരാധീനം നഷ്ടപ്പെട്ടു പോകുന്നു. ഈശ്വരാധീനം നഷ്ടപ്പെടുമ്പോഴാണല്ലോ നമുക്ക് സകലമാന ദുരിതങ്ങളും വന്നുപെടുക. വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴം 2ഉം 5ഉം ഭാവാധിപനാണ്. 2 നമ്മുടെ ധനത്തെ സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ്. അഷ്ടമഭാവം നഷ്ടങ്ങളെ സൂചിപ്പിക്കുന്ന ഭാവവുമാണ്. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഇപ്പോൾ പുതിയ സംരംഭങ്ങൾക്കൊന്നും പണം മുടക്കുവാൻ പോകരുത്. ഒരു തൊഴിൽ സ്വന്തമായിട്ട് ചെയ്തു കൊണ്ടുപോകുന്ന ആളാണെങ്കിൽ അതിലും ഇപ്പോൾ അധികമായി പണം മുടക്കുവാൻ പാടില്ല. ഇതുവരെ എങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ തുടർന്നും പോവുക.
പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ പഠനകാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ പഠനകാര്യങ്ങൾക്ക് വേണ്ടി ധാരാളം പണം ചിലവാകാൻ സാധ്യതയുണ്ട്. എന്നാൽ റിസർച്ച് ലെവലിൽ പഠിക്കുവാൻ ഏറെ താല്പര്യം തോന്നുന്ന സമയവുമാണ്. നിഗൂഢമായ ശാസ്ത്രങ്ങൾ പഠിക്കുവാനോ അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാനോ സാധ്യതയുണ്ട്. ഇത്തരം പുസ്തകങ്ങൾ വാങ്ങാൻ പണം ചിലവ് ചെയ്തു എന്നും വരാം. ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. നേരത്തെ ഒരു അസുഖത്തിന് ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നവർ രോഗത്തിന് ആവശ്യമായ ഗൗരവം കൊടുക്കുകയും ചികിത്സാരീതികൾ തെറ്റാതെ മുറയ്ക്ക് കൊണ്ടുപോകേണ്ടതുമാണ്. ഇല്ലെങ്കിൽ അത് സംബന്ധിച്ച് അമിതമായ വ്യയമുണ്ടാകാൻ ഇടയുണ്ട്. രാത്രിയിൽ ഉറക്കം കുറയാം, ദുസ്വപ്നങ്ങളും കാണാം. നമ്മുടെ അമ്മയുടെ ആരോഗ്യകാര്യങ്ങളിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടാകാം. കൂടാതെ അമ്മയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം. ജീവിത പങ്കാളിയുടെ ബന്ധുക്കളുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനും അവർ കാരണം കുറച്ച് ധനം നഷ്ടമുണ്ടാകാനും സാധ്യത കാണുന്നു. മദ്യപാനശീലമുള്ളവർ അത്തരം സ്വഭാവങ്ങളെ വളരെ നിയന്ത്രിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ഈ കാലത്ത് അത്തരം ചിന്തകൾ മനസ്സിൽ കൂടുതൽ ഉണ്ടാവുകയും നമ്മൾ അതിന് അഡിക്റ്റായിത്തീരുന്നതുമാണ്. ഇപ്പോൾ നിയമപരമായ ഒരു പ്രശ്നങ്ങളിലും ഇടപെടാൻ പാടില്ല. പുതിയ കേസുകൾ കൊടുക്കുവാനും ഇത് അനുകൂലമായ സമയമല്ല. ഇപ്പോൾ നിങ്ങളുടെ പെരുമാറ്റം വളരെ മയമുള്ളതായിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ അതുമൂലം നിങ്ങൾ പോലും അറിയാതെ ചില ശത്രുക്കൾ നിങ്ങൾക്കുണ്ടാകാം. ദമ്പതിമാർ ഈ കാലം പരസ്പരം സഹകരണവും സഹവർത്തിത്വവും പാലിക്കണം. വാക്കുകൾ നിയന്ത്രിക്കണം, നമ്മുടെ മനോവികാരങ്ങളെയും നിയന്ത്രിക്കണം. കാരണം നിസാര പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിമാറിപ്പോകുവാനും അതുവഴി ദാമ്പത്യ ജീവിതത്തിൽ വലിയ വിള്ളലുകൾ വീഴാനും ഇടയുണ്ട്. എന്നാൽ ഡിവോഴ്സിന് ശ്രമിക്കുന്ന ദമ്പതിമാർക്ക് ഇപ്പോൾ അതിനനുകൂലമായ സമയമാണ്. നമ്മുടെ മനസ്സ് ഒന്ന് ശിഥിലമാകുന്ന സമയമാണ്. എല്ലാത്തിനോടും ഒരു വിരക്തിയും ഉണ്ടാകാം. കാര്യങ്ങളൊക്കെ യാന്ത്രികമായ രീതിയിൽ നടന്നും പോകാം. ഏകാന്തതയും ഒറ്റപ്പെടലും ആഗ്രഹിക്കുന്ന സമയമാണ്. പ്രണയപരാജയങ്ങൾ ഇപ്പോൾ സംഭവിക്കാം. അതിനാൽ അത്തരം വിഷയങ്ങളിൽ തികച്ചും ആത്മസംയമനം പാലിക്കണം. കാരണം ഈ ബുദ്ധിമുട്ടുകൾ വിരലിൽ എണ്ണാവുന്ന മാസങ്ങൾ മാത്രമേയുള്ളൂ. ഒക്ടോബർ മാസം 18-ാം തീയതി വ്യാഴം തൻ്റെ ഉച്ചക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ വൃശ്ചികക്കൂറുകാർക്ക് അത് ഭാഗ്യത്തിൻ്റെയും നേട്ടങ്ങളുടെയും ഈശ്വരാധീനത്തിൻ്റെയും സമയമാണ്. അത് ഓർമ്മ വേണം. അഷ്ടമവേഴൻ കുറച്ച് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ചില നഷ്ടങ്ങളും തന്നു എന്ന് കരുതി എല്ലാം അവസാനിച്ചു എന്ന് കരുതേണ്ടതില്ല. 5 മാസങ്ങൾക്ക് ശേഷം ഈ വ്യാഴം തന്നെ നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് ഉദിച്ചിരിക്കും എന്ന കാര്യം തീർച്ചയാണ്. അപ്പോൾ നമ്മൾ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം എന്നീ കൂറുകാരുടെ വ്യാഴമാറ്റത്തിൻ്റെ ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ അനുഭവത്തിൽ വരണമെന്നില്ല. ഇതിന് കാരണം ഓരോരുത്തരുടെയും ജാതക ഘടന തന്നെയാണ്. എങ്കിലും ഒരു 50% പേർക്കും ഇതിൽ പറഞ്ഞിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ദോഷങ്ങൾ പറഞ്ഞിരിക്കുന്നവർ ശ്രീ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. മാത്രമല്ല അവരവരുടെ ഇഷ്ടദേവനെയോ കുടുംബദേവതയെയോ പ്രാർത്ഥിക്കുന്നതും ദോഷങ്ങൾ മാറി പകരം ഈശ്വരാധീനം വർദ്ധിക്കുവാനും സാധിക്കുന്നതാണ്. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.